കമനീയമായ കെട്ടുകാഴ്ചകളുടെയും കുത്തിയോട്ട വഴിപാടിൻ്റെ ചടങ്ങുകളുടെയും ഒപ്പം കുതിരമൂട്ടിൽ കഞ്ഞിയുടെ രുചി കൂടി അറിഞ്ഞെങ്കിൽ മാത്രമേ കുംഭഭരണി ആഘോഷങ്ങളുടെ ചിത്രം പൂർണ്ണമാകൂ. അസ്ത്രവും മുതിരയും അച്ചാറും പപ്പടവും ഉണ്ണിയപ്പവും അവിലും പഴവും ചേർന്ന ഓണാട്ടുകരയുടെ തനതു രുചിക്കൂട്ടാണ് ഇത്. കെട്ടുകാഴ്ച ഒരുക്കുന്ന ചടങ്ങുകൾ തുടങ്ങുന്ന തിരുവോണ ദിവസം മുതൽ മിക്ക കരകളിലും ദിവസേന 2ഉം 3ഉം കഞ്ഞി വഴിപാടുകൾ നടക്കുന്നു. കുതിരമൂട്ടിൽ കഞ്ഞിയുടെ വിഭവങ്ങൾ മുതൽ കഞ്ഞി കുടിക്കുന്ന രീതി വരെ സവിശേഷതകൾ നിറഞ്ഞതാണ്. കഞ്ഞി വഴിപാട് ഒരു സമർപ്പണമാണ്. വഴിപാട് നടത്തുന്ന വീട്ടുകാർ കെട്ടുകാഴ്ച ഒരുക്കുന്ന സ്ഥലത്തെത്തി ദക്ഷിണ വയ്ക്കുന്നതോടെ ചടങ്ങ് തുടങ്ങുന്നു. തുടർന്ന് കരക്കാർ കുത്തിയോട്ടപ്പാട്ടുപാടി വഴിപാട് നടക്കുന്ന ഭവനങ്ങളിലേക്ക് ചെല്ലുന്നു. കരനാഥന്മാരെത്തിയാലുടൻ കഞ്ഞിസദ്യ തുടങ്ങുകയായി. വഴിപാട്ടുകാരുടെ വീട്ടുമുറ്റത്തും പറമ്പിലും നിലത്ത് ചമ്രം വടിഞ്ഞിരുന്നാണ് കഞ്ഞി കുടിക്കുന്നത്. ഓലക്കാലുകൊണ്ട് വൃത്താകൃതിയിൽ തീർത്ത തടവച്ച് അതിലേക്ക് ദൂശനില ഇറക്കി വെക്കും. ഇതിലേക്ക് ചൂട് കഞ്ഞി വിളമ്പുമ്പോഴേക്ക് ഇല വാടി വഴങ്ങിത്തരും. തൊട്ടടുത്ത് വെച്ച തുണ്ടിലയിൽ മറ്റു വിഭവങ്ങളും ക്രമത്തിൽ വിളമ്പും. കുത്തിയ പ്ലാവില ഉപയോഗിച്ചാണ് കഞ്ഞികുടി. അസ്ത്രവും അച്ചാറും മുതിരയും ചേരുമ്പോഴുള്ള നാടൻ രുചി അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. കഞ്ഞികുടി കഴിഞ്ഞാൽ കയ്യിൽ കരുതുന്ന പാത്രങ്ങളിൽ പകർന്ന് കഞ്ഞിയും മറ്റു വിഭവങ്ങളും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ധാരാളം തരികയും ചെയ്യും. കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആൾക്കാർ എത്തും. ഓണാട്ടുകര പ്രദേശത്ത് സുലഭമായി ലഭിക്കുന്ന കിഴങ്ങുവർഗ്ഗങ്ങളും കായ്കനികളും ഒക്കെ ചേർത്താണ് കഞ്ഞിയോടൊപ്പമുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത്. ദേവിയെ സ്വീകരിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന വഴിപാട്ടുകാരാണിത്. അപ്പോൾ ഇനിയും ദേവിയെ ഇവിടുന്ന് സ്വീകരിച്ച് ആനയിച്ച് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിലവിളക്ക് കത്തിച്ച് വെച്ച് ദേവിക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കഞ്ഞിയും അസ്ത്രവും മുതിരയും എല്ലാം ആദ്യം ദേവിക്ക് വിളമ്പി നൽകുന്നു. അതിനുശേഷമാണ് നമ്മളവിടെ ഇരിക്കുന്ന എല്ലാവർക്കുമായിട്ട് വിളമ്പി കൊടുക്കുന്നത്.
താലപ്പൊലിയും മേളവും കുത്തിയോട്ടപ്പാട്ടും ഒക്കെ ആയിട്ട് ദേവിയെ നമ്മൾ വീട്ടിനകത്തേക്ക് കൊണ്ടുവന്നു. ഇനി നമുക്ക് വേണ്ടത് നിലവിളക്ക് കത്തിച്ച് വെച്ച് ദേവിക്കായി ഇതൊക്കെ വിഭവങ്ങളെല്ലാം സമർപ്പിക്കേണ്ട ചടങ്ങാണ്. അപ്പോൾ അതിന് വഴിപാട്ടുകാർ എല്ലാം ദൂഷണിലയിട്ട് നമ്മൾ അവിടെ വിളമ്പുന്നത് പോലെ തന്നെ എല്ലാ വിഭവങ്ങളും ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് കഞ്ഞി സദ്യ വിളമ്പി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ആ വീടിനോട് ചേർന്ന് തന്നെയുള്ള നല്ല തണുപ്പുള്ള പ്രദേശത്താണ്. ഇതെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് മെടഞ്ഞ ഓല അത് ഇട്ടിട്ടുണ്ട്. അതിൽ ചമ്രം പടിഞ്ഞിരുന്നാണ് നമ്മൾ കഞ്ഞി കുടിക്കുന്നത്. അപ്പം ഞങ്ങൾക്കിതെല്ലാം ആദ്യത്തെ അനുഭവമാണ് കേട്ടോ. ഈ മാവേലിക്കരയിലാണ് താമസമെങ്കിലും നമുക്ക് ഇതുവരെയായിട്ടും ചെട്ടുകുളങ്ങര കുംഭഭരണിക്കൊക്കെ ഞങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇങ്ങനെ ഈ കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കുന്നതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇപ്പം കിട്ടിയത്. അപ്പോൾ ഇതേപോലെ ഓലക്കാലുകൊണ്ട് വട്ടത്തിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് അതിൻ്റെ പുറത്ത് നമ്മൾ ഇതേപോലെ ദൂഷണില്ല അവർ തരും. അത് നമ്മളിങ്ങനെ വെക്കണം. വെച്ച് കഴിയുമ്പം ചൂട് കഞ്ഞി അതിനകത്തോട്ട് ഒഴിച്ച് അവർ തവി വെച്ച് ഇങ്ങനെ ഒന്ന് അമക്കുമ്പോഴത്തേക്ക് ഇതേ ചൂട് കഞ്ഞി ഈ വാഴയിലേക്ക് വീഴുമ്പോഴത്തേക്ക് അത് നല്ലപോലെ വഴങ്ങി ആ വട്ടത്തിനകത്തേക്ക് ഇറങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് ആ കഞ്ഞി ഒരു പാത്രത്തിനകത്തിരിക്കുന്നത് പോലെ അതിനകത്തിരിക്കും. അതിൻ്റെ അകത്തേക്ക് പിന്നെ അസ്ത്രവും മുതിര, പപ്പടം ഇങ്ങനെ എല്ലാ സാധനങ്ങളും അതിനകത്ത് തരും. പിന്നെ ഒരു സൈഡിലൊരു ചെറിയ ഇലയും കൂടെ തരും. അതിനകത്തേക്കാണ് അവല്, പഴം, ഉണ്ണിയപ്പം ഇതെല്ലാം തരുന്നത്. പിന്നെ കഞ്ഞിക്കകത്ത് തന്നെ നല്ല മാങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. കഞ്ഞി അവിടെ ഇരുന്ന് കുടിക്കാൻ മാത്രമല്ല എല്ലാവരും പാത്രങ്ങൾ കൊണ്ടുവരും. കാര്യം ദേവിയുടെ പ്രസാദമാണ്. അപ്പം നമുക്ക് വരാൻ പറ്റാത്തവർക്ക് കൊണ്ടു കൊടുക്കാനും ഒക്കെ ആയിട്ട് എല്ലാവരും പാത്രങ്ങൾ കൊണ്ടുവരും. പാത്രത്തിനകത്ത് നമുക്ക് നിറച്ച് തന്നു വിടുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് ദൂര സ്ഥലത്തു നിന്ന് പോലും എത്തിയിട്ടുള്ള ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടു. അവരൊക്കെ എല്ലാ വർഷവും വരാറുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇത് അഞ്ജു ആണ് എൻ്റെ അടുത്തിരിക്കുന്നത്. പല വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങളുടെ അയൽവാസിയാണെന്ന് മാത്രമല്ല ഞങ്ങൾക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടാൻ കാരണവും അഞ്ജു ആണ്. കാര്യം അഞ്ജു ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ഉണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞത്. അങ്ങനെ ഞാനും അഞ്ജുവും കൂടെ അഞ്ജുവിൻ്റെ 2 വീലറിൽ വന്നിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ അനുഭവമാണ്. അപ്പോൾ ചെട്ടുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ കണ്ടോ, ഞങ്ങളും ഇപ്പോൾ 2 പാത്രമൊക്കെ ആയിട്ടാണ് പോയത്. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, എല്ലാവർക്കും സ്കൂളൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞങ്ങൾക്ക് അവർക്ക് പ്രസാദം കൊണ്ട് കൊടുക്കാനായിട്ട് ഞങ്ങളും പാത്രമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെട്ടുകുളങ്ങര അമ്മയുടെ പ്രസാദം കഴിക്കാനായിട്ട് ഇരിക്കുക. കണ്ടോ, ഞാനും അഞ്ജുവും കൂടെ തയ്യാറായിരിക്കുക. നമ്മളെല്ലാവരും കൊണ്ടുവന്ന് കഞ്ഞി കൊണ്ടുവരുമ്പം മാത്രമേ നമ്മൾ അതിനകത്തോട്ട് വെക്കാവുള്ളൂ. എന്നിട്ട് അവർ ചൂട് കഞ്ഞി അതിലേക്ക് വിളമ്പിത്തരും. അങ്ങനെ കേട്ടിട്ട് മാത്രമുള്ള കുതിരമൂട്ടിൽ കഞ്ഞിയിൽ ഞങ്ങളും പങ്കാളികളായി ഭയങ്കര നിറഞ്ഞ സന്തോഷത്തോടെ ഞങ്ങളുടെ കഞ്ഞിസദ്യയെല്ലാം കഴിച്ചിട്ട് പാത്രത്തിലാക്കി ഞങ്ങൾ തിരികെ പോന്നു. അപ്പോൾ എല്ലാവർക്കും കുംഭഭരണി ആശംസകളും അതോടൊപ്പം ചെട്ടുകുളങ്ങര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. കണ്ടോ, കഞ്ഞി, അതിൻ്റെ മുകളിലേക്ക് അസ്ത്രം, പിന്നെ അച്ചാർ, മാങ്ങ അച്ചാർ, പിന്നെ ഇതാണ് സൈഡിലുള്ളത് അവല് നനച്ചത്, പഴം, ഉണ്ണിയപ്പം, പപ്പടം, മുതിര, ഇതെല്ലാം ഇതിനകത്ത് ഇതേപോലെ ഒരു ചെറിയ ഇല തരും. അതിനകത്ത്
നമുക്കതെല്ലാം വിളമ്പിത്തരും. കണ്ടോ, ഇത് പാത്രത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് തരുന്നതാണ് കേട്ടോ. എല്ലാവരും പാത്രങ്ങൾ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചേക്കും, അതിനകത്തോട്ട് അവർ ആവശ്യത്തിന് തരികയും ചെയ്യും കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കാൻ പോയ ഞങ്ങൾ കഞ്ഞി കുടിക്കുക മാത്രമല്ല, ദേവിയുടെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അറിയാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇങ്ങനൊന്നും ഈ തുടക്കത്തിൽ ഈ ചടങ്ങുകളുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയതും ഇങ്ങനെ സ്വീകരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായത്. അല്ലാതെ എനിക്ക് നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന ദൂരെ നിന്ന് വന്ന ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണെന്ന്. അങ്ങനെ അഞ്ചു പിന്നെ എൻ്റെ സീറ്റൊക്കെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ പോയി എടുത്ത വീഡിയോകളാണ്. അപ്പം എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.